ടിക്കറ്റ് ഫിനാലയിലെ 8ാമത്തെ ടാസ്ക് ആയിട്ടുള്ള മുഖമുദ്ര. ഈ ഒരു ടാസ്കിൽ ആദ്യത്തെ റൗണ്ട് മൊത്തം എല്ലാവരും നോക്കുകുത്തികളെ പോലെ നോക്കി നിന്ന് തീർത്ത് കേട്ടോ. കളമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് വളരെ ഡിഫെൻസീവ് ആയിട്ടാണ് എല്ലാവരും ആദ്യം ബസ് അടിച്ചപ്പോൾ പോലും കളിച്ചത്. പക്ഷെ സെക്കൻഡ് റൗണ്ടിൽ നമ്മുടെ നോറ ഒന്ന് ഇറങ്ങി കളിക്കാൻ തുടങ്ങി. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് എല്ലാവരും ഇറങ്ങി കളിച്ചു എന്ന് വേണം പറയാനായിട്ട്. സിജോ പോയി ജാസ്മിന്റെ ബോർഡിൽ ശരിക്കും പതിപ്പിച്ച് ക്ലിയർ ആയിട്ട് തന്നെ സ്റ്റാമ്പ് അടിച്ചു. ജാസ്മിനും പോയി സിജോയുടെ ബോർഡിൽ അടിച്ചു. ഏറ്റവും കൂടുതൽ അടിച്ചത് ഒരുപക്ഷെ ജാസ്മിൻ ആയിരിക്കാം. ബട്ട് ക്ലാരിറ്റി വൈസ് ജാസ്മിന്റെ സ്റ്റാമ്പുകൾ തീരെ പോരായിരുന്നു എന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി. സ്റ്റാമ്പ് ഇങ്ക് കാണാനില്ലെങ്കിൽ പിന്നെ എന്തോന്ന് സ്റ്റാമ്പാണ് ജാസ്മിന്റെ ആർഗ്യുമെന്റ് വെറും പൊട്ടത്തരമാണെന്ന് മാത്രമല്ല, സിജോയുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം. 100 അല്ല 150% ന്യായം സിജോയുടെ ഭാഗത്ത് തന്നെയാണ്. ഇത് പിന്നീട് ഒരു വലിയ ബഹളവും അടിയൊക്കെ ആവുന്നുണ്ട്. ക്യാപ്റ്റന്റെ തീരുമാനം അന്തിമമാണ് എന്നൊരു കാര്യം ഇതിനകത്തുണ്ടേ. റിജക്റ്റഡ് എന്ന് എഴുതിയിരിക്കുന്നത് പ്രോപ്പറായിട്ട് കാണിച്ചില്ലെങ്കിൽ ഔട്ടാണ് എന്ന് സിജോ ഒരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. ആസ് എ ക്യാപ്റ്റൻ ആണ് സിജോ ഈ ഒരു തീരുമാനം എടുക്കുന്നത്. ബിഗ് ബോസും പിന്നെ ഇതിൽ സിജോയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പിന്നെ ജാസ്മിൻ എന്തിനാണ് ഈ ബഹളം വെച്ചതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഋഷിയുടെ ബോർഡിൽ 17 സ്റ്റാമ്പുകൾ ക്ലിയർ ആയിട്ട് പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശ്രീതുവും നോറയും ഒക്കെയാണ് പതിപ്പിച്ചത്. സിജോയുടെ ബോർഡിൽ 25 സ്റ്റാമ്പുകൾ ക്ലിയർ ആയിട്ട് പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ജാസ്മിന്റെ ബോർഡിൽ 20 സ്റ്റാമ്പുകൾ ക്ലിയർ ആയിട്ട് പതിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓവർലാപ്പ് വന്നത് എണ്ണണോ വേണ്ടയോ എന്ന് ചൊല്ലിയും ഇവർ തമ്മിലൊരു അടി ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നത് ഓവർലാപ്പ് ആയാലും കുഴപ്പമില്ല എന്നാണ്. വട്ടവും എഴുതിയിരിക്കുന്ന വാക്കുകളും കറക്റ്റ് ആയിട്ട് വരണം, അതാണ് ക്രൈറ്റീരിയ. ഈ ഒരു ടാസ്കിൽ സ്റ്റാമ്പ് വളരെ വിസിബിൾ ആയിരിക്കണം, തെളിയിച്ച് വേണം അടിക്കാനായിട്ട്. അല്ലാതെ വെറുതെ തൊടിയിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. ജാസ്മിൻ പറഞ്ഞത് വൻ പൊട്ടത്തരമാണ്. ഓക്കെ, അത് പോട്ടെ എന്ന് വെക്കാം. എന്തായാലും ഈ ഒരു റൗണ്ടിൽ ഔട്ടായത് സിജോയും ജാസ്മിനുമാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.